ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഇതാണ് കേട്ടോ, ഇലവീഴ പുഞ്ചിറ എന്ന് പറയുന്ന ആ ലേക്ക്. കണ്ട, ഇലയൊന്നും ഇല്ല കേട്ടോ. ശരിയാ, ഇതിനിങ്ങോട്ടൊരു കാറ്റുണ്ട്. ആ കാറ്റ് വരുന്നോണ്ടായിരിക്കാം ഇലയൊന്നും ഇതിനകത്ത് വീഴാറില്ലെന്നാണ് പറയുന്നത്. കണ്ടോ, പക്ഷേ സൈഡിലൊക്കെ മരങ്ങളാണ് ഇഷ്ടം പോലെ. കണ്ടോ, മലയും മരവും. കണ്ടോ, മലയുടെ മുകളിൽ കണ്ടോ. പക്ഷെ ഈ തടാകത്തിനകത്ത് നോക്കി ഒരു ഇല പോലും വീണിട്ടില്ല. വളരെ മനോഹരമായിട്ടുള്ള വെള്ളമാണ്. ഇതാണ് ജലസംഭരണിക്ക് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന വെള്ളമെന്നാണ് പറഞ്ഞത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഉണ്ടോ. ഇത് ഈ ലേക്കിൻ്റെ അടുത്തുള്ള മരങ്ങളൊക്കെ ഉണ്ടോ, മരത്തിനടുത്ത് ഇത് കണ്ടോ, അമൃത് സരോവർ. ഇതുണ്ടോ, ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും ഒരില പോലും തടാകത്തിൽ വീണിട്ടില്ല. ഇതിൻ്റെ 4 സൈഡ് മലയായുണ്ടോ. ഓക്കെ, ഉണ്ടോ. ഇതാണ് ഇലവീഴ പുഞ്ചിറയുടെ മനോഹരമായ മലകൾ. ശ്രദ്ധിച്ച് എല്ലാവരും നടന്നും വേണമെങ്കിൽ ഇതിനകത്ത് വരാൻ കേട്ടോ. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഏതാണ്ട് 90 മീറ്ററേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നടക്കാമെന്നുള്ളൂ. 1 കിലോമീറ്റർ കഷ്ടിച്ച്, 1 കിലോമീറ്റർ ഇല്ല എങ്കിൽ ആ 1 കിലോമീറ്റർ കഷ്ടിച്ച് നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. പിന്നെ വണ്ടി എടുത്ത് കാണുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നടക്കണ്ട. എന്നാന്ന് പറഞ്ഞാൽ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെരുപ്പ് ചിലപ്പോൾ ആ കല്ലിൽ ഉരുണ്ട് നമ്മൾ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ല, നമ്മൾ സൂക്ഷിച്ച് നടന്നാൽ അതിനും കുഴപ്പമില്ല കേട്ടോ. ആ പൈസ ലാഭിക്കാം, തിരിച്ചു പോകുമ്പോൾ ബിരിയാണി കഴിക്കാം. അങ്ങനെയാണ്. കണ്ടോ, മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നോക്കിക്കോളൂ. ഇതിൻ്റെ അപ്പുറത്തെ മലയാണ് ഇല്ലിക്കൽ കല്ല്. ഡാമായി കാണും. ആ കാണും തൊടുപുഴ, ഇത് മുട്ടം. കണ്ട, തൊടുപുഴ, മുട്ടം ആ ഏരിയയൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതാ വ്യൂ പോയിൻ്റ്. ഡാം അവിടെ കാണുന്നത് കണ്ടോ, ഡാം കാണുന്നു. ഒരു ചെറിയ മൂടൽ മഞ്ഞിൻ്റെ ഒരു ഫീലാണ് വെയിലുണ്ടെങ്കിലും. കണ്ടോ, അതുകൊണ്ടാണ് ക്യാമറയ്ക്ക് കൂടുതൽ ഭംഗി കിട്ടാത്തത്. കണ്ടോ, ബിൽഡിങ്ങുകളൊക്കെ കാണാം. പക്ഷെ നമ്മൾ ഈ റോഡൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരണം കേട്ടോ. ഇപ്പോൾ ജീപ്പുകാരാണെങ്കിൽ അവർ നല്ല സ്പീഡിലാണ് കൊണ്ടുവരുന്നത്. അവർക്ക് പിന്നെ നിത്യത്തൊഴിൽ അഭ്യാസമാണല്ലോ. നമുക്കങ്ങനെയല്ലല്ലോ. ഇലവീഴ പൂഞ്ചിറ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നദിക്ക്, ആ തടാകത്തിൽ ഒരില പോലും വീഴില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റിൻ്റെ ദിശ വേറെ ഏതോ സൈഡിലേക്കാണ് പോകുന്നത്. അത് കാരണം ഡാമിലേക്ക് ഒരു ഇല പോലും വീഴില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇതുണ്ട്, ഇവിടെ
ഇതാണ് ഈ പുലിയറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരു ഗുഹയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ 20 മീറ്റർ ആ റോഡിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ പാറയൊക്കെ ഇളകി കിടക്കും. പക്ഷേ പ്രായം ചെന്നവർക്ക് ഇറങ്ങാനും കയറാനും പാടായിരിക്കും കേട്ടോ. ആ ശ്രദ്ധിച്ചോളണേ. പക്ഷേ കാണാൻ നല്ല രസമാണ്. എന്ന് പറഞ്ഞാൽ ഇല്ലിക്കൂടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഈറ്റ. പിന്നെ ഇതുണ്ടോ, ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് ഈ വെള്ളമെല്ലാം ഇവിടെ നിന്നിങ്ങനെ കുത്തിയൊലിച്ച് വരുന്ന ഭാവമാണ് ഇതൊക്കെ. മഴക്കാലത്ത് നല്ല അരുവി പോലെ ഇവിടെ കണ്ട, ഇതൊരു തോട് പോലെയാണ്. ഇതാണ് പുലിയറ എന്ന് ഉദ്ദേശിക്കുന്ന ആ സ്ഥലം. അതുകൊണ്ട് അതാണ് പുലി അവിടെ ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് പുലിഗുഹ. കണ്ടോ, ഇവിടെ 2 ഗുഹയുണ്ട് കേട്ടോ, പുലി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ്. വേണമെങ്കിൽ മൃഗയ ഷൂട്ട് ചെയ്ത സമയം വേണമെങ്കിൽ ഇവിടെ മമ്മൂട്ടിക്ക് എടുക്കാമായിരുന്നു. അതായത് മലമ്പുഴയാണല്ലോ അത്. പക്ഷേ ഇതിനകത്ത് വെള്ളമുണ്ട് കേട്ടോ, ഒച്ച കേൾക്കാം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആൾക്കാരിങ്ങനെ ഇറങ്ങാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വെള്ളമുണ്ട് അതിനകത്തൂടെ. ഇത് ഒരു ശരിയാ, കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു മൺതിട്ടയാണ്. കണ്ടോ, ഇത് മണ്ണാണ്. ഇതിൻ്റെ അടിയിൽ ചെറിയ വാവലിൻ്റെ കൊച്ച കേൾക്കാം. വെള്ളമുണ്ട് അതിനകത്ത്, വെള്ളം ഒഴുകുന്നുണ്ടോ. ഇതിനകത്ത് നമ്മൾ കയറുന്നില്ല കേട്ടോ. ആളുകളൊക്കെ കയറാറുണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇതുവഴിയും ഈ വെള്ളം വന്നിവിടെ തങ്ങിയിട്ട് ഇതുവഴി കണ്ടോ, ഇതുണ്ടോ, ഈ ഇടയിൽ കൂടെ വെള്ളമാണ് വരുന്നത്. ഇവിടെ കൂടെ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് താഴോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. സിനിമ ഷൂട്ടിങ്ങിന് ഒരു വനവും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ, കൊള്ളാം. പുലികള് മുനിയറ മുനിയറ എന്നാണ് അതിന് പറയണമെങ്കിലും സന്യാസികൾ ഇല്ലേ. ഓടിക്കുന്നത്. പക്ഷേ അത് ഇവിടുത്തെ റോഡിൻ്റെ ഇതുകൊണ്ടാണ്. ഇതാണ് ഇലവേഴ പൂഞ്ചിറ മലയുടെ മേളിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയൊന്നും ഇതിനകത്ത് കയറത്തില്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീപ്പ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ജീപ്പിന് ഇവിടെ ഒരു മണിക്കൂറിന് ഏതാണ്ട് 5 പോയിന്റ് ഇവർ കാണിക്കും. അതിന് 1000 രൂപയാണ് ഇവരുടെ ചാർജ് കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചോണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് വരുന്ന തൊടുപുഴയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയുണ്ട്. അതുവഴി നിങ്ങൾ ഇറങ്ങിക്കളയല്ലേ. അവിടെ നിന്ന് നേരെ നല്ല വഴിയെ മേളിലേക്ക് കയറണം. അല്ലെങ്കിൽ എൻ്റെ വണ്ടിയുടെ അടി ഇടിച്ചായിരുന്നു. എൻ്റെയൊക്കെ ഓയിൽ പൊക്കൊണ്ടായിരിക്കണം എൻ്റെ വണ്ടിയുടെ. അടി ഇടിച്ചിട്ടായിരിക്കാം. പക്ഷേ ഇവിടെ വർക്ക്ഷോപ്പും അടുത്തൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങളവിടെ വണ്ടിയായിട്ട് വരുമ്പം ഇതേപോലെയുള്ള വഴിയൊന്നും നിങ്ങളെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കരുത്. അവിടെ ഇവിടെയായിട്ട് കല്ല് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് ടയറും പോകാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഇവിടെ വന്നിട്ട് 1000 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. ഒരു ജീപ്പ് എടുത്താൽ മതി കേട്ടോ.